ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് റിക്വസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ് ഞാൻ സ്പോൺസർഷിപ്പോടെ ഫാമിലിയോടെ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തത് എന്നുള്ളതാണ്. ഇനി മുതൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയത് 482 സ്കിൽഡ് വിസയിലാണ്. എന്താണ് ഈ സ്കിൽഡ് വിസ? ഓസ്ട്രേലിയയിൽ സ്കിൽ ഷോർട്ടേജ് വരുമ്പോൾ അവർ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജോബ് ലിസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വിസയാണ് 482 സ്കിൽഡ് വിസ. എല്ലാ ജോലികളും ഇതിനകത്തുണ്ട് കേട്ടോ. ഈ ലിസ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ പോപ്പ് ചെയ്യാവേ. IT, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഷെഫ്, മെക്കാനിക്, അങ്ങനെയുള്ള കുറച്ചധികം ലിസ്റ്റ് ഇതിനകത്തുണ്ട്. അപ് ടു 4 ഇയേഴ്സ് വരെയും ഇനി റൈറ്റ് ക്വാളിഫിക്കേഷനും ഒക്കുപേഷനും ആണെങ്കിൽ PR വരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന വകുപ്പ് ഇതിനകത്തുണ്ട്. ഇനി എന്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്? ഫസ്റ്റ് തിങ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ജോബ് ഈ ഒക്കുപേഷൻ ലിസ്റ്റിൽ ലിസ്റ്റഡ് ആണോ എന്ന് നോക്കണം. രണ്ടാമത്, റൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ? മൂന്നാമത്, റൈറ്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? എന്തുകൊണ്ടാണ് റൈറ്റ് ക്വാളിഫിക്കേഷൻ ഞാൻ ഇവിടെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ജോബ്സിന് ഡിഗ്രി ആവശ്യമേ ഇല്ല, ചില ജോബ്സിന് ഡിഗ്രി മാൻഡേറ്ററി ആണ്. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടുത്ത സ്റ്റെപ്പായിട്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ് ആയിരിക്കണം. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് സ്ട്രഗിൾ ചെയ്യുന്നത്. IELTS PTE കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതില്ലാതെയും വരാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിന് സർട്ടൻ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണമെന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വരും വീഡിയോസിൽ പറയാം. അപ്പൊ എങ്ങനെയാണ് ഈ സ്പോൺസർഷിപ്പ് എനിക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ കിട്ടിയതും എന്തൊക്കെയായിരുന്നു എന്റെ എക്സ്പീരിയൻസ് എന്നും ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയാവേ. സ്റ്റേ ട്യൂൺഡ്.